സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞു. കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന ഏറ്റവും നിർഭാഗ്യകരമായ വാർത്ത ഈ മണിക്കൂറിൽ വരികയാണ്. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ എത്തിച്ച ആംബുലൻസ് ജനപ്രതിനിധികളും നാട്ടുകാരും തടഞ്ഞു. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. സജോ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. താങ്കൾക്ക് ഈ സ്പോട്ടിലെത്താൻ കഴിഞ്ഞോ? പറയൂ. SK, ഞാനിപ്പോൾ ആറളം ഫാമിന്റെ 13-ാം ബ്ലോക്കിൽ, അതായത് ഈ ദാരുണമായ സംഭവം ഉണ്ടായ സ്ഥലത്താണ് നിൽക്കുന്നത്. 2 ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്. 13-ാം ബ്ലോക്കിലെ വള്ളി, ഭാര്യ ലൈല, അങ്ങനെ ദമ്പതികളുടെ ജീവൻ നഷ്ടമായി. കഴിഞ്ഞ 8 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 1 ഡസനിലധികം മനുഷ്യജീവനുകൾ ഈ ആറളം ഫാം പുനരധിവാസ മേഖല രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയിൽ മാത്രം നഷ്ടമായിരിക്കുന്നതാണ് അങ്ങേയറ്റം വേദനാജനകമായ സാഹചര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒരു ആംബുലൻസ് കാണാം. ഈ ആംബുലൻസിൽ മൃതദേഹങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഈ പ്രദേശവാസികൾ, നാട്ടുകാർ, ഇവിടെയുള്ള ആളുകൾ ഈ ആംബുലൻസ് പുറത്തേക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല. ഈ മേഖലയിലുള്ള ആളുകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തേക്ക് എത്തണം. അങ്ങനെയല്ലാതെ ഇവിടെ നിന്ന് ഈ ആംബുലൻസ് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്താണ് നിങ്ങൾ ഈ വാഹനം തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യം? തടഞ്ഞിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇവിടെ ഇത്രയും 10-12 വർഷങ്ങളായി ഇവിടെ മരണപ്പെട്ടത് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണ്. 14 ജീവനുകളായിപ്പോൾ മരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇവിടെ കൊല നടക്കുന്നത്. ഇന്ന് രാവിലെ കശുവണ്ടി പെറുക്കാൻ വേണ്ടി പ്രായമായ മാതാപിതാക്കൾ തല വേറെ ചിതറിക്കിടക്കുമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. എന്നിട്ട് പോലും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഏറ്റവും ഡേഞ്ചറായ സ്ഥലമാണ് ആറളം 13-ാം ബ്ലോക്ക്. ഏറ്റവും ഡേഞ്ചറായ സ്ഥലം. കാരണം ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് ഓടച്ചാലാണ്. അവിടെയാണ് ആനയുടെ സ്ഥിര താമസം. ഇന്ന് വരെ ഇപ്പോൾ TRDMന്റെ പ്രോജക്റ്റിൽ ആനമതിൽ വന്നു. ഈ ആനമതിൽ വരേണ്ട സ്ഥാനത്ത് വണ്ടി ഫോറസ്റ്റിന്റെ വണ്ടി പോകാൻ വേണ്ടി ആ പൈസ മതിയല്ലോ ഈ ആനമതിൽ പൂർത്തീകരിക്കാൻ. ഉറപ്പാക്കണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം. അത് ഉറപ്പാക്കണം. നമ്മളോടൊപ്പം SK, നമ്മളോടൊപ്പം പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കൂടി ചേരുകയാണ്. MLA, അതായത് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം അത്രയും ദാരുണമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ? ഞാനിത് വളരെ ഗൗരവത്തിലും വേദനയിലുമാണ് കാണുന്നത്. ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തി. ഇവിടെ ആളുകളുമായിട്ട് സംസാരിച്ചു. ആളുകളുടെ വികാരം ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടായിരിക്കും മനമന്ത്രി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ നിയമസഭയിൽ ഞാൻ 10 തവണയെങ്കിലും വനം വിഷയം പ്രസംഗിച്ചിട്ടുണ്ട്. 2 അടിയന്തര പ്രമേയം നിയമസഭയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിയമസഭയുടെ വനം സബ്ജക്ട് കമ്മിറ്റി അംഗമാണ് ഞാൻ. ഈ കഴിഞ്ഞ സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലും വന്യജീവി പ്രശ്നം ആറളം ഫാമിൻ്റെത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആനശല്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. CCF, വൈൽഡ് ലൈഫിൻ്റെ CCF കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആറളത്ത് മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിങ്ങിൽ ഞാൻ ചോദിച്ചു എത്ര ആന ജനവാസ മേഖലയിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പം 30-ലേറെ ആനകളെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം പറഞ്ഞ 40 ആനകളെന്നാണ്. അതിനെ ഇവിടുന്ന് തുരത്തുന്നതിനും ഈ ആനമതിലിൻ്റെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിനും വേണ്ടി ഞാൻ ഒരു MLA എന്ന നിലയിൽ എൻ്റെ എല്ലാ ശക്തിയും നിയമസഭയ്ക്കകത്തും പുറത്തും മന്ത്രിമാരോടും ഉദ്യോഗസ്ഥന്മാരോടും സംസാരിച്ചിട്ടുണ്ട്. ചെയ്യേണ്ടത് ഗവൺമെന്റാണ്. ഇപ്പോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ എഴയുന്നു. അതിനകത്ത് സാങ്കേതിക പ്രശ്നമുണ്ട്, കരാറുകാരുമായിട്ടുള്ള പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നത്. എന്താണ് കേൾക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗവൺമെന്റ് പ്രൊജക്ട് 2020 ഭരണാനുമതി കിട്ടിയതാണ്. 2020 അന്നത്തെ പട്ടികവർഗ പേരാവൂർ MLA ആണ് സംസാരിച്ചത്. സണ്ണി ജോസഫ് 24 പറഞ്ഞ കാര്യം ഒരുപാട് തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ആറളം ഫാമിലെ ഈ കാട്ടാനാക്രമണം പോലെയുള്ള പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അദ്ദേഹം പലതവണ നിയമസഭയിലും പുറത്തുമൊക്കെ കൊണ്ടുവന്നതാണ് എന്നാണ്. ഇതുവരെ ആറളത്ത് 19 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് നാട്ടുകാർ അല്പം മുമ്പ് പറയുന്നത്.